പുതിയ വൈസ് ചാൻസലർമാരുടെ പട്ടിക രാജ്ഭവന് കൈമാറി സംസ്ഥാന സർക്കാർ. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളുടെ 3 അംഗങ്ങൾ വീതമുള്ള വൈസ് ചാൻസലർമാരുടെ പട്ടികയാണ് ഗവർണർക്ക് കൈമാറിയത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ആരൊക്കെയാണ് പട്ടികയിലെ ആ പേരുകാർ? സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നതിനെതിരെയാണ് തിടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നത്. നിലവിൽ ഈ വൈസ് ചാൻസലർമാരുടെ പട്ടിക സംസ്ഥാന സർക്കാർ ഗവർണർക്ക് കൈമാറിയിരിക്കുകയാണ്. KTU സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരുടെ പട്ടികയാണ് ഇപ്പോൾ ഗവർണർക്ക് സർക്കാർ കൈമാറിയിരിക്കുന്നത്. തിടുക്കപ്പെട്ടൊരു രീതിയിലാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന നടപടി എന്ന് വേണം നമുക്ക് പറയാം. കാരണം ഈ സർവകലാശാല വിഷയത്തിൽ ഗവർണർ നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തിടുക്കപ്പെട്ടുകൊണ്ട് സാങ്കേതിക സർവകലാശാലയിലെയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലകളെയും വൈസ് ചാൻസലർ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. ഡോക്ടർ ജയപ്രകാശ്, ഡോക്ടർ പ്രവീൺ, ഡോക്ടർ R. സജീബ് തുടങ്ങിയവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. വളരെ തിടുക്കപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധികളൊക്കെ വന്നെങ്കിൽ പോലും വളരെ തിടുക്കപ്പെട്ട സംസ്ഥാന സർക്കാർ ഈ ഒരു നീക്കം നടത്തുകയാണ്. നമുക്കറിയാം, സർവകലാശാലയിലെ ഇടതുവൽക്കരണം അടക്കമുള്ള വിഷയങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ അഴിമതികൾ നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല പല വിഷയങ്ങളിലും സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികളും കെടുകാര്യസ്ഥതകളൊക്കെ നടക്കുന്ന സമയത്താണ് അതിലേക്ക് അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മറ്റ് സർവകലാശാലകളിൽ നിന്ന് സർവകലാശാലകളിലേക്ക് താൽക്കാലിക വിസികളെയൊക്കെ നിയമിക്കുന്ന ഒരു സാഹചര്യവും അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നതെല്ലാം ആ സാഹചര്യത്തിലായിരുന്നു. തുടർന്ന് സർക്കാർ ഈ വിഷയത്തിൽ ഗവർണറും അന്നത്തെ ഗവർണറും സർക്കാരും തമ്മിൽ ഒരു പോര് ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ താൽക്കാലിക വൈസ് ചാൻസലർമാർ തുടരുന്നൊരു സാഹചര്യമായിരുന്നു ഈ 2 യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഇങ്ങനെ കോടതി നടപടികൾ അടക്കം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തിടുക്കപ്പെട്ട നടപടി ഉണ്ടായിരിക്കുകയാണ്. അത് ഈ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി നമുക്ക് ആ സാഹചര്യങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ ഈ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമിക്കുന്ന ഒരു നടപടികളിലേക്കൊക്കെ സർക്കാർ കടന്നിരിക്കുന്നത്. എന്തായാലും 3 അംഗം വീതമുള്ള പട്ടിക ഇപ്പോൾ ഗവർണർക്ക് നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഡോക്ടർ ജയപ്രകാശ്, ഡോക്ടർ പ്രവീൺ, ഡോക്ടർ R. സജീവ് അടക്കമുള്ളവർ ഉൾപ്പെട്ടിട്ടുമുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.